ഇത് എന്റെ... അവൻ ഒരു നിമിഷം എന്ത് പറയണമെന്ന് ആലോചിച്ചു. ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് സർ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദേവിന്റെ കൈകൾക്കിടയിലൂടെ വീണ്ടും കൈയിട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഹോ, ഇദ്ദേഹമാണോ നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്? ഭാഗ്യവതി. സാരംഗി വിവാഹത്തിന് ക്ഷണിച്ചിരുന്നെങ്കിലും അന്ന് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് കല്യാണത്തിന് വരാൻ സാധിച്ചിട്ടില്ല. അയാളുടെ കണ്ണുകൾ ദേവിന് നേരെ തിരിഞ്ഞു. ഇത്ര ദിവസത്തെ ലീവ് എടുത്തതുകൊണ്ട് നിങ്ങളന്ന് കണ്ടാലേ ഇനി ഇവൾക്ക് ക്ലാസ്സിൽ കയറാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതാ ഞാൻ കൂടെ പോന്നത്. അയ്യോ, അതൊന്നും കുഴപ്പമില്ല സർ. കോളേജിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടെന്നുള്ളത് ശരിയാ എന്ന് കരുതി നിങ്ങളുടെ അടുത്തേക്കൊന്നും അതും പറഞ്ഞു വിടുന്ന ആരും വരില്ലല്ലോ. സാരംഗി, യു ക്യാൻ ജോയിൻ ദ ക്ലാസ്. പണമുള്ളവർക്ക് മാത്രം എല്ലായിടത്തും കിട്ടുന്ന ബഹുമാനവും പരിഗണനയും ഓർത്ത് അവൾക്ക് പുച്ഛം തോന്നി. മേ ഐ കം ഇൻ സർ? ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന തരുൺ സാറിനോട് ചാരു ചോദിച്ചു. സാരംഗി അവളെ കണ്ടതും അയാളുടെ മുഖത്ത് വിഷാദം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചില്ല. മാരേജ് കഴിഞ്ഞു അല്ലേ? അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കും നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരത്തിലേക്കും അയാൾ മാറി മാറി നോക്കി. ആ സർ, എല്ലാം പെട്ടെന്നായിരുന്നു. സാർ വെക്കേഷന് നാട്ടിൽ പോയിരിക്കുകയായിരുന്നില്ലേ, അതുകൊണ്ട് അറിയിക്കാൻ പറ്റിയില്ല. ഫോൺ ചെയ്തെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നു. അത് പിന്നെ സാർ, എന്റെ കയ്യിൽ സാറിന്റെ നമ്പറൊന്നും... അവളുടെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. കമേൺ, ടേക്ക് യുവർ സീറ്റ്. ചാരു അവളെ കണ്ടപാടെ അവളുടെ ഉറ്റ സുഹൃത്തുക്കളായ കാർത്തികയും അമ്മവും ക്ലാസ്സിലാണെന്ന ബോധം പോലും ഇല്ലാതെ അവളെ കെട്ടിപ്പിടിച്ചു. അവരുടെ രണ്ടുപേരുടെയും നടുവിൽ കയറ്റിയിരുത്തി. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. നിന്റെ ഒരു വിവരം ഇല്ലാതിരുന്നിട്ട് ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. വേറെ ഒരു വഴിയും കാണാതിരുന്നപ്പോ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് പോയി. നീ സുഖമായിട്ടിരിക്കുന്നു എന്നല്ലാതെ നിന്റെ നമ്പറോ മറ്റോ ഒന്നും അവിടുന്ന് കിട്ടിയില്ല. അതെ, നന്ദുവിനോട് ചോദിച്ചപ്പോ അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു അവൾക്കൊരു വിവരമില്ല എന്ന്. അതൊക്കെ ഒരു വലിയ കഥയാണ് മക്കളെ. എല്ലാം ഞാൻ ഒഴിവ് പോലെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ ക്ലാസ്, ഐ ഹാവ് എ ലിറ്റിൽ ഹെഡേക്ക്, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. See you tomorrow. അവരുടെ വർത്തമാനത്തിനിടയ്ക്ക് തരുൺ ക്ലാസ് അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്താടി നമ്മുടെ തരുൺമേനന്റെ മുഖത്തൊരു വാട്ടം? വരാന്തയിലൂടെ നടക്കുന്ന സാറിനെ നോക്കിക്കൊണ്ട് ചാരു ചോദിച്ചു. ആ വാട്ടത്തിന് കാരണം നീയാണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഞാനോ? ഞാനതിനെന്ത് ചെയ്തത്? നിന്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം തന്നെ സാർ തിരിച്ച് കോളേജിലേക്ക് വന്നിരുന്നു. അന്ന് ക്ലാസ്സിൽ നിന്നെ കാണാതിരുന്നപ്പോ ഞങ്ങളോട് ചോദിച്ചു നീ എവിടെയെന്ന്. നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞതും സാറിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്തോ ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് കേട്ട പോലെ ആകെ വിളറി വെറുത്തത്. കണ്ണുകൾ പോലെ നിറഞ്ഞു. സത്യം പറഞ്ഞ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായി. അതിന്റെ ശേഷം പിന്നെ മൂപ്പരുടെ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടിട്ടില്ല. കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് ക്ലാസ് എടുത്തിരുന്ന പഴയ തരുൺ സാറേ അല്ല ഇപ്പോ. ക്ലാസ്സിലേക്ക് വന്ന് പോർഷൻസ് പറഞ്ഞു തരും, നോട്ടും തരും, അത്ര തന്നെ. അവർ രണ്ടുപേരും പറയുന്നതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ചാരു. എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? ഞാൻ കല്യാണം കഴിച്ചു പോയതിന് സാറിനെന്തിനാ ഇത്രയ്ക്ക് വിഷാദം? അതൊന്നും ഞങ്ങൾക്കറിയില്ല മോളെ. സാറിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ള പലരും അദ്ദേഹത്തോട് ഒരുപാട് തവണ കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് അത്രയ്ക്കും കമ്പനി ആയിട്ടുള്ള മറ്റൊരു പ്രൊഫസർ ഈ ക്യാമ്പസിൽ ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാറ്റം എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തന്നെ ചോദിച്ചിട്ടും ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയതല്ലാതെ മേനോനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഈശ്വര, ഈ ഗർഭവും ഇനി ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ? മിക്കവാറും വേണ്ടിവരും. നീ അത് വിട്. എന്തൊക്കെയുണ്ട് പുതിയ വീട്ടിലെ വിശേഷം? കോടീശ്വരനായ ആദിദേവ് മാളികക്കലിന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെ പോകുന്നു? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. കുഴപ്പമില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോന്ന രീതികളും ശൈലികളൊന്നും അല്ലല്ലോ അവിടെ. അപ്പോ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്നും അവരോട് തുറന്നു പറയാൻ അവൾക്ക് തോന്നിയില്ല. ഇത്രയും ദിവസം നിന്റെ ഒരു വിവരം ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ളവരൊക്കെ ഞങ്ങളെ കളിയാക്കുകയായിരുന്നു. ഒരു പണക്കാരനെ കിട്ടിയപ്പോ നീ ഞങ്ങളെയൊക്കെ മറന്നിട്ടുണ്ടാവെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നിങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്? ചാരു അല്പം സങ്കടത്തോടെ ചോദിച്ചു. ഒരിക്കലുമല്ല. ഞങ്ങൾക്കറിയില്ലേ നിന്നെ. നമ്മൾ കൂട്ടുകൂടിയിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂവെങ്കിലും ഞങ്ങൾ നിന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്.
അങ്ങനെ പണം കാണുമ്പോഴേക്ക് ബന്ധങ്ങളെ മറക്കാൻ നിനക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. കാർത്തിക അവളെ ചേർത്ത് പിടിച്ചു. എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. 2 ദിവസമേ ആയിട്ടുള്ളൂ ഫോൺ കിട്ടിയിട്ട്. എന്നിട്ടും വിളിക്കാതിരുന്നത് നിങ്ങളുടെ നമ്പർ എനിക്ക് കാണാതെ അറിയാവുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. പിന്നെ വേറെയും ചില ബുദ്ധിമുട്ടുകൾ. അതൊക്കെ വിട്. എന്തായാലും നീ മനഃപൂർവ്വം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ അവർ 3 പേരും ഒരുപാട് സംസാരിച്ചു. കുറച്ചു സമയം അവരുടെ കൂടെ ചെലവഴിച്ചപ്പോഴേക്കും അവൾക്ക് നന്ദുവിനെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി. ആ കാലമാടൻ കാരണം എന്റെ കൊച്ചിനെ എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല, അവൾ ഓർത്തു. 3:30 വരെയാണ് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവർ കോളേജിന് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് നന്ദുവിനെ കണ്ട് കുറച്ചു സമയമെങ്കിലും അവളോട് കൂടെ ചെലവഴിക്കാമെന്ന് വിചാരിച്ച് ചാരു അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അതിനിടക്കാണ് അവളുടെ ഫോണിലേക്ക് വരദയുടെ നമ്പറിൽ നിന്നും കോൾ വരുന്നത്. ചാരു, ക്ലാസ് കഴിഞ്ഞില്ലേ? 3:30 വരെയാണ് ക്ലാസ് എന്നല്ലേ നീ പറഞ്ഞിരുന്നേ? കഴിഞ്ഞു. ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. എന്നാ നീ ഒരു കാര്യം ചെയ്യ, അവിടെ നിന്നൊരു ടാക്സി വിളിച്ച് വർക്കല ബീച്ചിലേക്ക് വാ. അതെന്തിനാ? ഞാൻ എന്റെ കൂട്ടുകാരിയെ ഒന്ന് കാണാൻ പോണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇന്നത്തെ ആ പ്ലാൻ നാളേക്കൊന്നും മാറ്റിവെക്ക്. ഞാൻ നരേട്ടനെ വിളിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ കുറെ കള്ളങ്ങളും പറഞ്ഞ് ആരതി ചേച്ചിയെയും ബീച്ചിലേക്ക് വരാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇന്നത് മുടങ്ങിയ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും അവരുടെ മീറ്റിംഗ് നടക്കില്ല. എന്നാ ഞാൻ വരാം. പിന്നെ ടാക്സി വിളിച്ചു വരാൻ എന്റെ കയ്യിൽ പൈസ. ബസ്സിന് വന്നാ മതിയോ? എന്താ, പൈസ ഒന്നും ഇല്ലേ കയ്യില്? ഇല്ല, ഞാനിപ്പോഴാ ഓർക്കുന്നേ. അതെന്തു പറ്റി? ഏട്ടൻ വിളിക്കാൻ വരാന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ എന്താ ചാരു ക്യാഷ് ഒന്നും വാങ്ങാതിരുന്നേ? ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാലും മോശമല്ലേ? മാളിയേക്കൽ തറവാട്ടിലെ മരുമകൾ ഒരു ടാക്സിക്ക് വേണ്ടി പൈസ ചോദിക്കുക എന്നൊക്കെ വെച്ചാ. നീ ഒരു കാര്യം ചെയ്യ്, ടാക്സിയിൽ കയറിയിട്ട് അവരുടെ QR കോഡ് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതാ. സ്വന്തം ആവശ്യത്തിന് കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയോർത്ത് അവൾക്ക് അവളോട് തന്നെ സഹതാപം തോന്നി. എത്രയും വേഗം പഠനം പൂർത്തിയാക്കി ഒരു ജോലിക്ക് കയറണമെന്ന് അവളുടെ മനസ്സിലെ ദൃഢനിശ്ചയം ഒന്നുകൂടെ ഉറച്ചു. ഇഷ, പ്ലീസ്, എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. എന്റെ നമ്പർ കണ്ട നീ എടുക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാ ഞാൻ പുതിയൊരു സിം എടുത്ത് നിനക്ക് വിളിക്കുന്നത്. ഫോൺ കട്ടാക്കല്ലേ പ്ലീസ്. മറുതലക്കൽ ദേവ് ഇഷയെ കണ്ട് സംസാരിക്കുന്നതിനു വേണ്ടി അവളോട് കെഞ്ചുകയായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട ദേവ്, ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് നോർമലായി വരുന്നേ ഉള്ളൂ. ഇനിയും എന്റെ ജീവിതത്തിലേക്ക് വന്ന് എന്റെ മനോനില വീണ്ടും തെറ്റിക്കരുത്. ഇല്ല ഇഷ, നിനക്ക് എന്നെ മറക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പ്രാണൻ തന്ന നിന്നെ പ്രണയിച്ചത്. ആ പ്രണയം മറക്കാൻ നീ എത്ര ശ്രമിച്ചാലും നിനക്ക് കഴിയില്ല. അത് എന്റെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങിയില്ലേ, പിന്നെ എന്തിനാ വീണ്ടും എന്നെ ശല്യം ചെയ്യുന്നത്? ഞാൻ നിനക്ക് വേണ്ടിയാണ് എന്റെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. എനിക്ക് വേണ്ടിയോ? അതെ, നിനക്ക് വേണ്ടി തന്നെ. എനിക്ക് നിന്നെ ഒന്ന് കാണണം പ്ലീസ്. നേരിട്ട് തന്നെ ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയാം. പക്ഷേ ഇനിയും ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയരുത്. നിന്നെ എനിക്ക് വേണം. നമ്മുടെ പ്രണയവും എനിക്ക് വേണം. എനിക്ക് പറയാനുള്ളത് കേട്ടാ തീർച്ചയായും നിന്റെ മനസ്സ് മാറും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വരാം. പക്ഷേ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. നീ എനിക്ക് വേണ്ടി സഹിച്ച മഹാത്യാഗം എന്താണെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി മാത്രം. മതി, എനിക്ക് നിന്നെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ മാത്രം മതി. എവിടേക്കാ ഞാൻ വരേണ്ടത്? നീ നമ്മുടെ വർക്കല ബീച്ചിലേക്ക് വാ. ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും. വേർപാടിനായാലും കൂടിച്ചേരലിനായാലും സാക്ഷി കടലാവുന്നതാണ് ഏറ്റവും ഉചിതം. തുടരും.